സുഹൃത്തുക്കളെ എന്നേ നമ്മളെ പെരുങ്ങോട്ടുന്നേ കണ്ട ഒരു കാഴ്ച കേട്ടോ. ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ ഇങ്ങനെ ഉന്തിയിട്ട് ചെറിയൊരു വണ്ടിയിൽ ഇരുന്നിട്ട് തള്ളി വരുന്ന കണ്ട ഒരു കാഴ്ചയാണ്. അപ്പോൾ ആളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാമെന്ന് വിചാരിച്ചു. നമ്മളൊക്കെ എന്ത് ഭാഗ്യവാന്മാരാണല്ലേ. ഓരോരുത്തരും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന അവസ്ഥ ആലോചിക്കുക. നമ്മളൊക്കെ രണ്ട് കൈയുണ്ട്, രണ്ട് കാലുമുണ്ട്. ഇത്രേ കഷ്ടപ്പെട്ടാണ് ഇതുപോലെയുള്ള ആളുകൾക്ക് ജീവിക്കുന്നത്. മനസ്സറിഞ്ഞ് നല്ല നല്ല മനസ്സുള്ളവരൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ പാവത്തിന്. എന്തായാലും എവിടെയൊക്കെ വെച്ച ആളുകൾ കാണുകളാണെങ്കിലേ നമ്മളവിടെ കഴിയുന്നത് കൊല്ലമ്മ വരെ ഇവിടെ. എത്ര വർഷമായി ഇവിടെ? ഇവിടെ 11 കൊല്ലമ്മ വരെ. 11 കൊല്ലം. സ്ഥലം എവിടെയാണ്? സ്ഥലം തമിഴ്നാട്. തമിഴ്നാടാ? വെല്ലൂര്. വെല്ലൂരിലെ. എനിക്ക് 5 മക്കള്, പെണ്ണ്. 5 പെൺമക്കളാ? ഒരാണ്. പുറത്ത് പോയി, ശരിയാ, തനിച്ചു പോയി, ഞങ്ങളോടെ ഇല്ല. ഞാനും ഭാര്യവും ചേച്ചി. എനിക്ക് ചേച്ചിയുണ്ട്, ഭർത്താവ് മരിച്ചിട്ട് എന്നോട്. വീട്ടിലെ ഉമ്മ, ഭാര്യന്റെ ഉമ്മ എല്ലാവരും എന്നോടതാണ്ട്. 8 ആളുണ്ട് വീട്ടിലെല്ലാം. വേറെ കുട്ടിയോടെ. ഇതിപ്പോ ജനിച്ചത് മുതൽ ഞാൻ ആദ്യ വണ്ടിയിലെ ഡ്രൈവറായിരുന്നത്. ബസ്സിലിരുന്നത്. പിന്നെ ഇപ്പൊ ടിപ്പറിലെ വന്നിട്ട് ഇങ്ങനെ ആക്സിഡന്റ് ആയിട്ടിതാ ഇപ്പൊ ഇങ്ങനെ വണ്ടി തള്ളിയിട്ടിരിക്കും. ആക്സിഡന്റ് ആയതിനു ശേഷമാണ് ഇങ്ങനെ വന്നതല്ലേ? 19 കൊല്ലായി. പിന്നെ 15 കൊല്ലം എന്നെ വണ്ടി തള്ളിയിട്ടിരിക്കുക. 15 വർഷമായിട്ട് ഇതുപോലെ അല്ലേ? വീട്ടിലെ ബുദ്ധിമുട്ട്, കുട്ടികളെ പഠിക്കുക. അങ്ങനെ എവിടെയാണ് താമസം? അവിടെ ഇല്ല, ഞാനിവിടെ ഉണ്ടാവും. ഇപ്പൊ ഇവിടെ വന്ന സെന്ററിൽ അവിടെ കിടക്കും. ഇത് പോയാ പഴയന്നൂർ, ചേലക്കര. ഇങ്ങനെ പോവും. ഇങ്ങനെ വണ്ടി തല്ലി പോവും. ഇല്ല ബസ് വന്നാ അത് ആൾക്കാരെ ആരാവത് പൊന്തിച്ച് ആക്കി തരണം. നമ്മളെ കയറാനില്ല. ഒരു കൈ മാത്രം ബാലൻസ്. എന്റെ കൈ പറ്റില്ല. ഇതിലെ ചോറ് എടുക്കാൻ കഴിക്കാനും ഒന്നും ചായ കൊടുത്താലും പിടിക്കാനും പറ്റില്ല എന്റെ കയ്യില്. ആളുകളെ കാണുമ്പോഴേക്ക് തരും. ശരിയാ. വീട്ടിലെ ഭാര്യയാവും, ചേച്ചി, ഭാര്യയുടെ ഉമ്മ, എന്റെ ഉമ്മ, പാപ്പ എല്ലാം മൗത്തായി. താമസം ഇവിടെ തന്നെ, നമ്മളെ തമിഴ്നാട് വെല്ലൂർ അറിയോ. ഇപ്പൊ താമസം പഴയന്നൂരിലുണ്ട്. അങ്ങനെ ഇങ്ങനെ വരും. അങ്ങനെ പോയി തിരിച്ച് വൈകിട്ടാണ് പഴയന്നൂർ പോയിരും. പയ്യന്നൂർ ഇന്ന രാത്രിക്ക് പോയിരും. രാത്രിയില് പോയി എത്തി അവിടെ തന്നെ കിടക്കുന്നത് ബസ് സ്റ്റാൻഡിലെ. സുഹൃത്തുക്കളെ, നമ്മളെ പെരുങ്ങോട്ടുന്ന് കണ്ട ഒരു മനുഷ്യനാട്ടോ. 19 വർഷമായിട്ട്, 15 വർഷമല്ലേ? 15 വർഷമായിട്ട് ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ജീവിച്ചു പോകുന്നത്. വീട്ടിൽ ഭാര്യ, ഉമ്മ എല്ലാവരും ഉണ്ട്. അപ്പോൾ നിങ്ങൾ പോകുന്ന വഴിക്ക് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിലേ നിങ്ങളോട് കഴിയുന്ന ഒരു സഹായം ഈ പാവപ്പെട്ട മനുഷ്യനെ നിങ്ങൾ ചെയ്തു കൊടുക്കണം കേട്ടോ. ഇവിടെ പെരുങ്ങോട് ഒരുപാട് ആളുകൾ അതുകൊണ്ട് കഴിയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലും കഴിയുകയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ.